ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ മൊത്തം ആംബിയൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ പുതിയ കിച്ചണിലേക്ക് മാറി. അപ്പോൾ പുതിയ കിച്ചണിലേക്ക് മാറി കഴിയുമ്പോൾ നമ്മളൊന്ന് പാല് കാച്ചിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പാല് കാച്ചൽ മാത്രമല്ല, ഒരു പായസം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുന്നതിൻ്റെ മുഴുവൻ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പാല് കാച്ചാം. പാല് കാച്ചാനായിട്ട് പാലൊഴിച്ചില്ല, പാലിൻ്റെ അവിടെ വീട്ടിലെ കാർന്നവര് വേണം പാല് കട്ട് ചെയ്തിട്ടാണ്. ശരി. അപ്പൊ സ്റ്റൗ നേരത്തെ ഉള്ള സ്റ്റൗ തന്നെയാണ്. ഈ കിച്ചണിലേക്ക് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റൗ വാങ്ങിച്ചതെങ്കിലും കിച്ചൺ റെഡിയായി വരാൻ കുറച്ചധികം സമയമെടുത്തു. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ കിച്ചണിലേക്ക് വരാനുണ്ട്. എന്താ ഓൺ ചെയ്തില്ലേ? ഇത് ഞാൻ ഓൺ ചെയ്തതാ, പിന്നെ ഓഫ് ചെയ്തെങ്കിലേ. അപ്പോൾ പാല് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ സേമിയ പായസം. അപ്പോൾ ഈ ഒരു കലത്തിലുള്ള പാലുകൊണ്ട് സേമിയ പായസം ആവില്ല. സേമിയ പായസം താഴെ, സേമിയ പായസം അല്ല, അതിനുള്ള പാലും കൂടി താഴെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചവ്വരി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സേമിയ മാത്രം ഞാൻ എന്താ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ച് വരട്ടെ. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് രണ്ടഞ്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഞാനൊരു പുതിയ മിക്സി വാങ്ങിച്ചു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന മിക്സി നിങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുതിയ മിക്സി വാങ്ങിച്ചു. ഇത് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ഓഫീസിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഈ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്ത് ഓഫീസുണ്ട്, ഓഫീസൊക്കെ കാണിക്കാം. ഓഫീസ് കാണിക്കണമെന്നും നമ്മുടെ യൂണിറ്റ് കാണിക്കണമെന്നും ഞാൻ കുറച്ചായി വിചാരിക്കുന്നു, പക്ഷെ സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് റെഡി ആയി വന്നിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചു. ഇത് ഇപ്പം ഇന്നലെ പെട്ടെന്ന് റെഡിയാക്കിയതാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ബാക്കിയുള്ളതൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് സെറ്റ് ചെയ്ത് ഇട്ടിരിക്കുകയായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇഡ്ഡലി മാവ്, അതുപോലെ പിന്നെ എന്താ പറയുക, കുറച്ച് സ്നാക്സ് ഐറ്റംസ്, കറികൾ, അങ്ങനെ പിന്നെ നമ്മൾ ഓർഡർ അനുസരിച്ച് ഫുഡ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ താഴത്തെ മിക്സി അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണം. ഫ്ലാറ്റിലുള്ള മിക്സി എൻ്റെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് വേണം. അപ്പോൾ 2 മിക്സി വേണം. പിന്നെ ഇവിടെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും താഴെ പോയിട്ട് ഓടിപ്പോയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു പുതിയ മിക്സി വാങ്ങിച്ചു. പുതിയ മിക്സി വാങ്ങിച്ചതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പറയാൻ എന്ന് വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 7 വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നതാണ് പാനസോണിക്കിൻ്റെ മിക്സി. 6-7 വർഷമായിട്ടുണ്ട്. ഇല്ല, അതെ, ഇപ്പൊ 8 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. 4-5 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ ആ മിക്സി ഉപയോഗിച്ചതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാവശ്യം പാനസോണിക്കിന്റെ മിക്സി തന്നെ ഞങ്ങൾ അന്വേഷിച്ച് പോയി വാങ്ങിച്ചു. എന്താണെന്ന് വാട്ട്സ് കൂടിയ മിക്സിയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണങ്ങള് അനുഭവിച്ചറിഞ്ഞിട്ട് പുറകെ പറയാ കൂടുതൽ വിശദമായിട്ട്. അപ്പൊ മിക്സി കാണിച്ചു തരാം. മിക്സി അൺബോക്സ് ചെയ്തിട്ടില്ല, മിക്സി കാണിച്ചു തരാം. എന്താ, പാല് തിളച്ച് പൊങ്ങി തുടങ്ങി. പാല് ഞാൻ പഞ്ചസാര ഇട്ട് കുടിക്കാനായിട്ട് എടുക്കുന്നില്ല, നേരെ പായസാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാ പാല് തിളച്ച് പൊങ്ങി. അയ്യോ, ഈ സ്റ്റൗവിന് ഇത്തിരി ചൂട് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ എന്താ പൊങ്ങി പുറത്തേക്ക് പോകണമെന്നൊക്കെയാണ് പൊതുവെയുള്ള നിയമം. പക്ഷെ ഞാനത് ഓഫ് ചെയ്തു. ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനതങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി മിക്സി കാണിച്ചു തരാം, അതിനുശേഷം പായസാക്കാം. അപ്പോൾ ഞാൻ മിക്സി എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മിക്സി ഇവിടെ ഇരിക്കുന്നുണ്ട്. മറ്റേ മിക്സിയുടെ കളറല്ല കേട്ടോ. മറ്റേ മിക്സി ഞാൻ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയതായിട്ട് വന്ന ആരും കണ്ടിട്ടില്ല. ജാറ് കാണിക്കാറുണ്ട്, പക്ഷെ മിക്സി മൊത്തത്തില് ഒരു പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ, അതിൽ കൂടുതൽ കാണിച്ചിട്ടില്ല. ഞാൻ മിക്സി അങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിലല്ല വെച്ചിരുന്നത്. നേരത്തെ മിക്സി 550 വാട്ട്സ് ആയിരുന്നു, ഇത് 2000 വാട്ട്സ് ആണ്. അതെ, ഇതിൽ എഴുതിയേക്കണത് 2000 ആണ്. 2000 ആണ്. അപ്പൊ ഇതില് 2000 ആണ് എഴുതിയത്. അപ്പൊ അത്രയും പെർഫോമൻസ് അടിപൊളിയായിരിക്കും. ആ
അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അതിന്റെ എങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊന്നും. അല്ല, ഇപ്പൊ ഞാൻ ഏലക്ക പൊടിക്കാൻ പോണേ. ആ, എന്നാ നമുക്ക് ഇപ്പൊ തന്നെ അറിയാം. പായസത്തിനുള്ള ഏലക്ക പൊടിച്ചിട്ട് വേണം എനിക്ക് പായസം ഉണ്ടാക്കാൻ. ബ്ലാക്ക് ആണ് മിക്സിയുടെ, പക്ഷെ ഈ ഒരു ബോഡിയുടെ ഷേപ്പ് കുറച്ചും കൂടി മറ്റേ മിക്സിക്കായിരുന്നു കാണാൻ ഭംഗി. അല്ല, ഞാൻ ആ എല്ലാ മിക്സും ഒരേപോലെ കണ്ടല്ലോ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നോർത്തായിരിക്കും അവരിങ്ങനെ കൊടുത്തത്. ഇത് വാറണ്ടി. ആ, ഇത് വലിയ മിക്സിയുടെ ജാർ. അപ്പൊ ഇതിൽ ഇവര് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ചെറിയ ജാർ ഉണ്ടല്ലോ, ഏറ്റവും നമ്മുടെ ചട്നി ജാറ് 3 ലിഡ് യൂസ് ചെയ്യാം ആ ജാറിന്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ചട്നി ജാറിന്. അതിൽ ഇനിയുണ്ട്. എടുത്തോ. ഒരു ജാറ്, ഇത് ജ്യൂസർ. അത് മറ്റേ സാധാരണ ആദ്യത്തെ മിക്സിയിലുണ്ടായിരുന്ന സെയിം തന്നെയാണ്. ഇത് അതിന്റെ വലിയ ജാറ്. ഇനി ഇത് പൊക്കിയെടുക്ക്, നമുക്ക് ബോക്സ് മാറ്റാം. അതെ, ഓട്ടോന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാന്ന് വെച്ചാൽ നമ്മൾ റോഡിനോട് തൊട്ട് ചേർന്നാണ്. റോഡാണ്, ഫ്രണ്ടിൽ തന്നെ റോഡാണ്. ഇതാണ് നമ്മുടെ ചട്നി ജാർ. ഇതിന്റെ ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കവറിൽ നിന്ന് പുറത്തെടുത്തിട്ട് പറയാം. ഇതാണ് മിക്സിയുടെ ബോഡി. നല്ല പക്ഷെ ഇതെല്ലാം കൂടി ആയിരുന്നില്ലേ വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എനിക്കൊക്കെ വെയിറ്റ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ വെച്ചെടുത്തിട്ട് പൊങ്ങണ്ടായില്ലെന്ന് വെച്ചാ ഒരു നല്ല. ഇത് നമ്മുടെ ചട്നി ജാറിന്റെ ഒരു ലിഡ് ഇല്ല, ഇങ്ങനെയാണത്. ഈ രീതിയിലാണ് ഇത് ലോക്കായി. പിന്നെ പാനസോണിക്കിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, ലോക്കായി ഈ ഒരു ലോക്കും കൂടി വീണാൽ മാത്രമേ പാനസോണിക്കിന്റെ മിക്സി വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇതാ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ലോക്കായി കഴിഞ്ഞാൽ മാത്രമേ ഓൺ ആവുള്ളൂ. പൾസാണ്. അതിന്റെ ഗുണം നമ്മൾ കഴിഞ്ഞ മിക്സി വാങ്ങിയപ്പോഴും പറഞ്ഞായിരുന്നു, എന്നാലും അത് കാണാത്ത ആളുകൾക്ക് വേണ്ടി പറയാവുന്നതാണ് ഇപ്പോഴും. അല്ല, അതല്ല, ഇതിന്റെ അടപ്പ് തുറന്നു പോയിട്ട് കൈ അതിന്റെ ഉള്ളിൽ വിരല് പോയിട്ട് ഹോസ്പിറ്റലിൽ പലരും വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല വട്ടം. അപ്പൊ ഇതിന്റെ ഈ അടപ്പ് എന്തെങ്കിലും കാരണവശാൽ തുറന്നാൽ അപ്പൊ ഓഫായി പോകും. അതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പൊ ഇതിന് ഈ ഒരു ലിഡ് ഉണ്ട്. അടുത്തതായിട്ട് ഇതിപ്പോ ഞാൻ ഇന്ന് ഏലക്ക പൊടിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പോണതാണ്. ഇങ്ങനെ കറക്കി നമുക്ക് ആ പൊടിയൊക്കെ മുകളിലിരിക്കുന്നതൊക്കെ നമുക്ക് എടുക്കാം, ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ലിഡ് ഉണ്ട്. പിന്നെ ഇതാണോ, ഈ ഒരു ലിഡും കൂടി ഉണ്ട്. അങ്ങനെ 3 ലിഡ് ഉണ്ട്. ശരി, ഇങ്ങനെ വെച്ചിട്ട് അമർത്തി അടയില്ല. അപ്പൊ ഇങ്ങനെ ലൂസ് ആക്കിയിട്ട് അമർത്തിയിട്ട് അടയ്ക്കുക. അപ്പൊ ഇങ്ങനെ 3 ലിഡാണ് ഈ ചെറിയ ജാറിനുള്ളത്. അപ്പൊ ചെറിയ ജാർ നമുക്ക് മാറ്റി വെക്കാം. അതെ, പിന്നെ വലിയ ജാറൊക്കെ നോർമൽ ജാറുകൾ ഇതുപോലെ നമ്മുടെ ഞാൻ സ്ഥിരമായിട്ട് അരയ്ക്കുന്ന ജാറ്. പിന്നെ വല്ലപ്പോഴും തേങ്ങാപ്പാൽ പിഴിയാനോ അല്ലെങ്കിൽ കൂടുതൽ അരയ്ക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുന്ന അടുത്ത ജാറ്. അങ്ങനെയുള്ള 3 ജാറ്. പിന്നെ നമ്മുടെ ജ്യൂസർ ജാർ. ഇതിന്റെ പർപ്പസ് എന്താണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. വെറുതെ കുത്താൻ, വെറുതെ കുത്താൻ. ജ്യൂസറിൽ കുത്താനുള്ളതാണ് അത്. നമ്മളത് ആദ്യത്തെ മിക്സി മേടിച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അത് എന്തിനാന്നറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇത് അടുത്ത ജ്യൂസർ ജാർ.
ഇത് ജ്യൂസർ ജാറ്. എനിക്ക് ഈ എല്ലാ മിക്സി ജാറിൻ്റെയും കൂടെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പാറ്റിലാണ്. എനിക്ക് ആ സ്പാറ്റിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ സ്പാറ്റിൽ ഉപയോഗിക്കാറില്ല. ഈ സ്പാറ്റിലും യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ മറ്റേ സ്പാറ്റിലാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഒരു സ്പാനർ കൂടിയാണ്. അതെ. അപ്പൊ ഞാൻ ആദ്യം ഏലക്ക പൊടിക്കട്ടെ. ഏലക്കയും കൂടി പൊടിച്ചു കഴിഞ്ഞിട്ട് പഞ്ചസാര അല്ല പായസം വെക്കാം. പഞ്ചസാര വെക്കാന്നാണ് പറയാൻ പോയത്, പക്ഷെ പായസം വെക്കാം. ഏലക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏലക്ക അത് കഴുകിയ കുറച്ച് ഏലക്ക, കുറച്ച് പഞ്ചസാര കിട്ടുള്ളൂ. കുറച്ച് മതി. അപ്പൊ ഞാൻ ഈ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കട്ടെ. എന്തായാലും സൗണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാനതല്ല കേട്ടോ പറഞ്ഞത്. അപ്പൊ ഞങ്ങളിവിടെ ഇടയ്ക്ക് സൗണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഏലക്ക പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് കറക്കി കഴിയുമ്പോ ഏലക്കയുടെ പൊടി എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. പ്രത്യേകിച്ചൊന്നും സംഭവിക്കണില്ല. ഇതെനിക്ക് തോന്നുന്നു തേങ്ങാ ചട്നി കറക്കുമ്പോ പ്രത്യേകിച്ച് സംഭവിക്കുമായിരിക്കും. ഏലക്കപ്പൊടിയിൽ സംഭവിക്കണില്ല. ഏലക്കപ്പൊടി അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഏലക്ക പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സി നീക്കി വെക്കട്ടെ. നമ്മുടെ സ്റ്റൗ ഇങ്ങോട്ട് നീക്കി വെക്കാം. എന്താന്ന് വെച്ചാൽ ഈ കൗണ്ടർ ടോപ്പിന് അത്ര സ്പേസ് ഇല്ല. അപ്പൊ ഞാൻ ഇനി പായസത്തിനുള്ള സേമിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. നെയ്യ് ഒഴിച്ചു തരൂ. സേമിയ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒടിച്ചെടുക്കുന്ന സേമിയ വാങ്ങിക്കും കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് ഇതിനാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് പായസം കഴിക്കുന്നവരെല്ലാരും പറയുന്നത്. കുറച്ചും കൂടി വേണം. ഒഴിച്ചു കുടഞ്ഞ് മതി. നമ്മള് ആദ്യം ഒന്ന് കിച്ചണോട് ഇണങ്ങി വരാനുള്ള ഒരു സമയം എടുക്കുമല്ലോ. അതാണ് എൻ്റെ ഒരു സ്ലോ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളൊന്ന് അല്ല, ഈ ഒരു ഭാഗത്തേക്ക് ഇണങ്ങാൻ കുറച്ച് സമയം എടുക്കും. എല്ലാം പുതിയ കിച്ചണിലേക്ക് വരുമ്പോ നമ്മളൊന്ന് ഇണങ്ങി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഞാൻ ഇളക്കി സഹായിക്കാം. വലിയ ഉപകാരം. തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാട്ടോ. കരിഞ്ഞു പോരുത്, അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സേമിയ വാങ്ങിച്ചിട്ട് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് റോസ്റ്റഡ് സേമിയാണ് കിട്ടണമെങ്കിൽ അതിന് അത്ര ടേസ്റ്റ് ഇല്ലെന്നാണ് ഞാൻ പറയാറുള്ളത്. അതെ. അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരം ഈ നീളമുള്ള സേമിയ വാങ്ങിച്ചിട്ട് ഒടിച്ചെടുത്തിട്ടാണ് പായസം ഉണ്ടാക്കാറുള്ളത്. പിന്നെ പായസത്തിലേക്ക് ചൗരി ചേർക്കും ടേസ്റ്റ് കൂടാനായിട്ട്. മിൽക്ക് മെയ്ഡൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ. മിൽക്ക് മെയ്ഡൊന്നും ആഡ് ചെയ്യാത്ത പായസമാണ് ഞങ്ങളുടെ പായസം. ഇത് പാലിലൊന്ന് കുറുകി വരുന്ന പായസം. അപ്പൊ നിങ്ങള് കുറെ നാളുകളായിട്ട് മിസ് ചെയ്തിരുന്ന നമ്മുടെ ആപ്പയുടെ സൗണ്ട്, ചിലപ്പോ കിളികളുടെ സൗണ്ടും കുയിലിന്റെ സൗണ്ടൊക്കെ കേൾക്കാട്ടോ, ചിലപ്പോ മാത്രം. കിളിനെയും കുയിലിനെയൊക്കെ ഇവിടെ കരിഞ്ഞു വരും. ഇപ്പൊ ഉച്ച സമയം ആവാറായി. അപ്പൊ ഇപ്പൊ കിളീനെയൊന്നും കിട്ടില്ല. അണ്ണാനും കിളിയൊന്നും ഇപ്പൊ ഉണ്ടാവില്ല. അയ്യോ, അത് നന്നായിട്ട് ഇളക്കണം. ഓഫി ഞാൻ അപ്പുറത്ത് മിക്സിയുടെ ജാറിലേക്ക് നോക്കിയപ്പോ ഇവിടെ ഇച്ചിരി കളർ വ്യത്യാസം വന്നുള്ളൂ, കരിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എന്താ പായസത്തിന്റെ പാലൊക്കെ പാനിലേക്ക് ഒഴിച്ചു. പാല് തിളപ്പിച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ സേമിയ വറുത്തത് ചേർത്ത് കൊടുക്കണം. സേമിയ വറുത്തതും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് ഒന്ന് സേമിയ കുക്കായി വരണം. അത്രയും സമയമൊക്കെ എടുക്കുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ ചൗവരിയൊക്കെ ഇതാ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പാല് തിളപ്പിച്ച് വന്നതും അതുപോലെ തന്നെ നല്ല ചൗവരി, നല്ല ട്രാൻസ്പെറന്റ്. എപ്പോഴും ഇങ്ങനത്തെ ചൗവരി കിട്ടാറില്ല കേട്ടോ.
നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി സൂപ്പർ ചൗവരി കിട്ടി. എപ്പോഴും കിട്ടുന്നത് പകുതി വേവുന്നതും പകുതി വേവാത്തതായിട്ടുള്ള ചൗവരിയാണ്. ഈ പ്രാവശ്യം ഭാഗ്യത്തിന് നല്ല ചൗവരി കിട്ടി. അപ്പോൾ സേമിയ കുക്കാവട്ടെ, അതിന് ശേഷം നമുക്ക് ചൗവരി ചേർക്കാം. അപ്പം ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാ സേമിയ കുക്കായിട്ടുണ്ട്. സേമിയ കുക്കായി വരുമ്പോൾ കുറച്ചായിട്ട് ചൗവരി ആഡ് ചെയ്യാൻ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല പാനിൽ പാല് നിൽക്കുന്നത്, കുറച്ച് കൂടുതലാണ്. അപ്പോൾ കുറച്ചായിട്ട് ചൗവരി ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ചൗവരി ഞാൻ കുക്കറിലാണ് വേവിച്ചത്. കഴുകി വൃത്തിയാക്കിയിട്ടൊരു 3 വിസിലാന്ന് തോന്നുന്നത്. ഞാനല്ലാട്ടോ വേവിച്ചത്, രജനിയാണ് വേവിച്ചത്. അതുകൊണ്ട് എനിക്കറിയില്ല കറക്റ്റ് എത്ര വിസിൽ വന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും സേമിയ പായസം വയ്ക്കുമ്പോൾ ഇതുപോലെ ചൗവരി ചേർത്തിട്ട് വയ്ക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്ന് രാജീവേട്ടൻ പറയാറുണ്ട്. രാജീവേട്ടന് ചൗവരി ചേർത്ത സേമിയ പായസമാണ് ഇഷ്ടം. ടേസ്റ്റും കൂടാറുണ്ട്, ആ കുറുകി വരുമ്പോഴുള്ള ടേസ്റ്റും എല്ലാം ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ഇതായിട്ട്. അപ്പം ഞാനിത് പാൽപ്പായസം മാത്രം എടുക്കണ കയ്യിലാണ് കേട്ടോ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഒരു എന്താ പറയാ, ഓരോ പാത്രങ്ങൾ, ഓരോ കയ്യില് സാമ്പാർ എടുക്കാൻ ഒരു ഇത്, അതുപോലെ തന്നെ പുളിയുള്ള കാര്യങ്ങൾ എടുക്കാൻ ഓരോ പാത്രങ്ങള്, കയ്യിലുകൾ, അതുപോലെ പാൽപ്പായസം പോലെയുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് ഓരോ പാത്രങ്ങൾ, അങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം ഒരിക്കലും പിരിഞ്ഞു പോവില്ല. പലരും വീഡിയോയുടെ താഴെയൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് പായസം വെച്ചിട്ട് പിരിഞ്ഞു പോകുന്നത്. പൊതുവെ ഓണം സമയം, വിഷു സമയമാകുമ്പോഴാണ് നമുക്ക് കമൻറ്റ് വരാറുള്ളത് പായസം പിരിഞ്ഞു പോയി എന്നുള്ളത്. അത് ഇതുപോലെ നമ്മൾ പുളിയുള്ള അല്ലെങ്കിൽ എണ്ണമയമുള്ള, കൂടുതലായിട്ട് നമ്മൾ ഈ പുളിയുള്ള എണ്ണമയമുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എടുത്തിട്ട് പാൽപ്പായസത്തിലേക്കൊക്കെ വെക്കുമ്പോഴാണ് പിരിഞ്ഞു പോകുന്നത്. അത് നമ്മൾ ഒന്ന് മാറ്റി ഒരു കയ്യിലൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പിരിഞ്ഞു പോകുന്ന പ്രശ്നം വരില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ചേർക്കാം. അപ്പോൾ സേമിയൊക്കെ ഒന്ന് മധുരമൊക്കെ പിടിച്ചു വരും. അതിൻ്റെ ഒരു പകുതി ഇട്ടോളൂ. ആ മതി. കുറച്ച് ഏലക്കപ്പൊടിയും ചേർക്കാം. ഒരു സ്പൂൺ എടുത്തിട്ട് ഇവിടെ ഒന്നും ഓർഡറിലായി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത്തിരി സ്റ്റാർട്ടിങ് ട്രബിൾ അല്ല, ഒന്ന് ഓർഡറിലാക്കാനുള്ള ഒരു ഫ്ലോ കുറവായിരിക്കും. പക്ഷെ ആയി വരും, അതുകൊണ്ട് കുഴപ്പമില്ല. ചൗവരിയൊക്കെ നല്ല പൊങ്ങി കിടക്കുന്നത്, നല്ല അടിപൊളിയായിട്ട്. അടുത്ത കാലത്ത് ഇത്ര നല്ല ചൗവരി കിട്ടിയിട്ടില്ല. അതെ, അത് കറക്റ്റാണ്. ചൗവരി നമ്മളെപ്പോഴും പല സ്ഥലത്തുനിന്നും വാങ്ങിക്കാറുണ്ട്. ഞാൻ ലുലുവിലൊക്കെ പോയിട്ട് ചൗവരി വാങ്ങിച്ചിട്ടും അത്ര നല്ല ചൗവരി അല്ല കിട്ടിയത്. നല്ല ചൗവരി അല്ലെന്ന് വെച്ചാൽ ഇതുപോലെ ഈവൻ ആയിട്ട്. അതെ. അപ്പൊ ഇനി പായസം ഒന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് ചേർക്കാം, നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കാം. കാഷ്യൂനട്ട് മാത്രമേ ചേർക്കുള്ളൂ, റൈസിൻസ് ചേർക്കില്ല. റൈസിൻസ് എനിക്കിഷ്ടമല്ല. കാഷ്യൂനട്ട് നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതും ഈ സേമിയ പായസവും എനിക്കിഷ്ടമല്ല. പക്ഷേ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കലാപരിപാടികൾ. ഇല്ല, കൈവിട്ടുപോയി. ഇനി പറയില്ല. പറയാൻ ശ്രമിച്ചു, കൈവിട്ടുപോയി. ഇനി പറയാൻ പാടില്ല. അതെ, ഒരു പ്രാവശ്യം ശ്രമിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ എന്താ പായസം കുറുകി കഴിഞ്ഞപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി മധുരം ചേർത്തു. ഇനിയിപ്പോൾ നെയ്യ് ആഡ് ചെയ്തിട്ട് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. പാൻ വെച്ചിട്ടുണ്ട്, പാൻ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഞാൻ നെയ്യിലേക്ക് കാഷ്യൂനട്ട് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. കാഷ്യൂനട്ടിൻ്റെ കളറ് ബ്രൗൺ ആയി പോകുന്നതിന് മുന്നേ നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. ഈ സമയത്ത് തന്നെയാണ് റൈസിൻസ് ചേർക്കുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. സമയം 1:30-1:15 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക്. പുറത്ത് ചൂടില്ല, അകത്ത് ചൂടുണ്ട്. അതാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം. പഞ്ചസാര മെൽറ്റാവാൻ
ഇല്ല, അതിട്ട ഒരു സുഖം ഉണ്ടാവില്ല. കാഷ്യൂനട്ട് മാത്രം ചേർത്ത്. ആ, അപ്പൊ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് പായസത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. രാജീവേട്ടൻ മധുരം നോക്കും. ഇനി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡിയായി. എല്ലാവരും കുടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ പായസം റെഡിയായി. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് ഈ പുതിയ അടുക്കളയിൽ പാല് കാച്ച എന്നുള്ളതായിരുന്നു. അപ്പോൾ പാല് കാച്ചി കഴിയുമ്പോൾ എന്തായാലും ഒരു മധുരവും കൂടി വേണ്ടേ, അതുകൊണ്ടാണ് പായസം റെഡിയാക്കിയത്. പിന്നെ മിക്സിയുടെ കാര്യം, മിക്സി തുറക്കുമ്പോഴല്ലേ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.